ചേട്ടത്തി, ഓ ചേട്ടത്തി, ഇതുവരെ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? 4ാമത്തെ തവണയാണ് അമ്മ എന്നെ വിടുന്നത്. ഇപ്രാവശ്യം ചേട്ടത്തിനെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയില്ലെങ്കിലേ എനിക്ക് നല്ല അടി കിട്ടൂട്ടോ. ഈ ബ്ലഷറും ലിപ്സ്റ്റിക്കും ഒന്നും ഇട്ടോട്ടെ, ഇപ്പൊ തന്നെ പോവാൻ 2 മിനിറ്റ്. ഇതും പറഞ്ഞ് പുതുപ്പെണ്ണായ മാൻസി വീണ്ടും മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. അവളുടെ നാത്തൂൻ സോമി അവളുടെ അടുത്ത് വന്നു നിന്ന് പിന്നീട്, എന്റെ പൊന്നു ചേട്ടത്തി, ചേച്ചിയുടെ കൺപീലി പോയോ? അയ്യോ അല്ല സോമി, ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കൺപീലിയാ. ലാഷ് ഗ്ലൂ വെച്ചാണ് ഇത് ഒട്ടിക്കുന്നത്. അത് കൊള്ളാലോ. ഇതെന്താ ചേട്ടത്തി? ഇത് ബ്ലഷറും ഹൈലൈറ്ററും ആണ്. ഇത് ഐഷാഡോന്റെ പാലറ്റാണ്. വേറൊരു കാര്യം കാണിക്കാം, നോക്ക്. ഇതെന്റെ ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻ. ആ ചേട്ടത്തി കൊള്ളാം. ചേട്ടത്തിയുടെ അടുത്ത് എന്തോരം മേക്കപ്പ് സാധന. എന്റെ അടുത്ത് ആകെ റെഡ് ലിപ്സ്റ്റിക് ഉണ്ട്. ആ ലിപ്സ്റ്റിക് അമ്മ നിർബന്ധിച്ചപ്പോ 1 വർഷം മുമ്പ് വാങ്ങിച്ചതാ. അതെന്താ അങ്ങനെ? നിന്നെപ്പോലത്തെ കുട്ടികളൊക്കെ ഒരുപാട് മേക്കപ്പ് ചെയ്യല്ലോ. അത് ശരിയാ, പക്ഷെ അമ്മയ്ക്ക് മേക്കപ്പ് ഇഷ്ടമല്ല. എന്നെ കൊണ്ടൊട്ട് ചെയ്യിപ്പിക്കാനും സമ്മതിക്കൂല. അയ്യോ കുഴപ്പമില്ല. ഇനി മുതൽ മേക്കപ്പിന്റെ എന്ത് സാധനം വേണോ എന്റെ അടുത്ത് ചോദിച്ചാ മതി. ചേട്ടത്തി തന്നെ എനിക്ക് മേക്കപ്പ് ചെയ്തു തന്നാ പോരെ? വേറൊന്നുമല്ല, എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിഞ്ഞൂടാ. ആണോ? എന്നാ വാ ഇവിടെ ഇരിക്ക്, ഇപ്പൊ തന്നെ മേക്കപ്പ് ചെയ്തു തരാം. അങ്ങനെ സോമി മേക്കപ്പ് ചെയ്യാൻ ഇരുന്നു. മാൻസിയും നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. ഈ തിരക്കിനിടയിൽ അവരും മറന്നുപോയി മാനസീനെ പുറത്ത് കാത്തിരിക്കുവാണെന്ന്. സോമി മാനസീനെ പുറത്തോട്ട് കൊണ്ടുവന്നില്ല. അവരെ കാണാത്തതുകൊണ്ട് കല്യാണി മുറിയിലേക്ക് വരും. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കണ്ട് കല്യാണിക്ക് നല്ല ദേഷ്യം വരും. സോമി, ഞാനിവിടെ നിന്നെ എന്തിനാ വിട്ടത്? കണ്ട മേക്കപ്പ് ചെയ്യാനായിരുന്നോ? അമ്മ, അത് ഞാൻ വെറുതെ കുറച്ച് ഞാൻ വെറുതെ. അമ്മ അവളെ വഴക്ക് പറയണ്ട, ഞാനാ അവളെ പിടിച്ചു നിർത്തിയത്. പിന്നെ അമ്മ കണ്ടു കാണില്ല. ചെറുതായിട്ട് മേക്കപ്പ് ചെയ്തപ്പോ തന്നെ എന്ത് ഭംഗിയാ അവളെ കാണാൻ. ഭംഗിയോ? ഒരു രാക്ഷസിയെ പോലെ ഉണ്ട് ഇപ്പൊ കാണാൻ. സോമി, പോയി മേക്കപ്പ് ഒക്കെ കഴുകിയിട്ട് വാ, എന്നിട്ട് എല്ലാവർക്കും ചായ ഉണ്ടാക്കിത്താ. അമ്മ പറഞ്ഞ കാര്യം കേട്ട് സോമി പേടിച്ചു പോയി. നേരെ ഒന്നും പറയാതെ മുഖം കഴുകാൻ പോയി. അവൾ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോ കല്യാണി മാനസിയോട് പറഞ്ഞു, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ മകളെ നിന്നെപ്പോലെ ആക്കാൻ ഒരിക്കലും നോക്കരുത്. അതെന്താ? എനിക്കെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? കുഴപ്പങ്ങളുണ്ടോ ഇല്ലയെന്ന് പിന്നെ നോക്കാം. വീട്ടിലെ ഒരു ജോലിയും നോക്കാതെ ഈ ലിപ്സ്റ്റിക് ഇട്ട് നടന്നാ മതിയല്ലോ, അപ്പൊ എല്ലാ കാര്യങ്ങളും നടക്കുമല്ലോ. നിന്നെ എന്ത് പറയാനാ? പണമുള്ള വീട്ടിൽ നിന്ന് വന്നതല്ലേ, പാഴ്ചെലവ് ചെയ്യാലോ. കുറെ മേക്കപ്പ് സാധനം വാങ്ങിച്ചു വയ്ക്കും. എന്റെ വീട്ടിലെ പെൺകുട്ടി ഇങ്ങനെ ഒന്നും ആവരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണോ നമുക്കുള്ളത് അതുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം. പക്ഷെ അമ്മ, മതി, എനിക്ക് നിന്നോട് ഇതുപോലെ പറഞ്ഞിരിക്കാൻ സമയമില്ല. അയലോക്കത്തെ എല്ലാ ചേച്ചിമാരും അവിടെ വന്നിരിക്കുക. സമയമുണ്ടെങ്കിലേ ഒന്ന് പുറത്തോട്ട് വന്ന് അവരെ ഒന്ന് മുഖം കാണിക്ക്, ഇല്ലേ അവര് കാണാതെ തിരിച്ചങ്ങ് പോവേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞ് കല്യാണി അവിടുന്ന് പോയി. കല്യാണിയുടെ പുറകെ മാനസി തട്ട ഇട്ടുകൊണ്ട് പോയി. കല്യാണിക്ക് 2 പിള്ളേരായിരുന്നു. മൂത്തവൻ വിനേഷ്, ഇളയത് സോമി. വിനേഷും മാനസിയും ഒരു കോളേജിലാണ് പഠിച്ചിരുന്നത്. അവിടെ വെച്ച് തന്നെയാണ് ഫ്രണ്ട്ഷിപ്പ്, ലവ്, മാരേജ് എല്ലാം തീരുമാനിച്ചത്. കല്യാണിക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അവൾക്ക് തോന്നിയത് ഈ പണക്കാരി പെണ്ണുങ്ങൾക്കൊന്നും വീട് നന്നായി നോക്കാൻ കഴിയില്ല എന്ന്. പിന്നെ അവളുടെ അഹങ്കാരം വിനേഷ് നിർത്താനും പറ്റില്ല. എന്നാൽ മാനസിയുടെ ചിന്തകളൊക്കെ വ്യത്യസ്തമായിരുന്നു. മാനസി, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ, അമ്മയായിട്ട് നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിനക്ക് എല്ലാത്തിനും പരിഹസിക്കുന്ന ശീലമുള്ളത് കണ്ടില്ലേ? ഒരു പാവം പെൺകുട്ടിയെ എങ്ങനെയൊക്കെ ഭയപ്പെടുത്തിയെന്ന്. എന്റെ അമ്മയെ നീ... ഇല്ല വിനേഷ്, നമ്മള് അമ്മേനെയും സോമിനെയും വിട്ടെവിടെയും പോണില്ല. നീ തന്നെ ചിന്തിക്ക്, നമ്മളല്ലാതെ ആരാ അവർക്കുള്ളത്? ഇതാലോചിച്ച് ഞാനും മിണ്ടാതിരുന്നു. നിനക്കറിയുന്നല്ലോ മാനസി, അമ്മ എപ്പോഴും അങ്ങനെയല്ല. ബാബുജി ജീവിച്ചിരുന്നപ്പോ അതൊക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ബാബുജി പോയതിനു ശേഷം പിന്നെ ഒന്നും തോന്നിയില്ല. ഒരുപക്ഷെ ചെറിയ പ്രായത്തിൽ തന്നെ വിധവയായതുകൊണ്ടാവാം അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. കുഴപ്പമില്ല വിനേഷ്, എനിക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം, അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമം തോന്നില്ല. എന്റെ ആഗ്രഹം അമ്മ എന്റെ മനസ്സ് മനസ്സിലാക്കി എന്നോട് ചിരിച്ച് സംസാരിക്കണമെന്നാ. അശ്ശോ, വെള്ളം കൂടിപ്പോയല്ലോ ഇന്ന്. ഞാനെന്ത് ചെയ്യും? അമ്മായി കണ്ട പണിയാകുമല്ലോ. അമ്മ വഴക്ക് പറയില്ല. അമ്മ വന്നതിന് മുമ്പ് ഞാനിത് ശരിയാക്കി തരാം. എനിക്കിത്താ, ഞാൻ ശരിയാക്കാം. താങ്ക് യു സോമി, നീ ഇല്ലായിരുന്ന ഞാൻ എന്ത് ചെയ്തേനെ? എന്റെ പൊന്നു ചേട്ടത്തി, ഇത് വലിയ കാര്യമൊന്നും അല്ലെന്നേ. പിന്നെ ഇല്ലേ, ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും പണിയുണ്ടോ? അല്ലേ വേണ്ട. അതെന്താ അങ്ങനെ വിട്ടുകളയുന്നേ? വൈകുന്നേരം ഞാൻ ഫ്രീയാ, പറ നീ. എന്താ പഠിക്കേണ്ടത്? അത് പിന്നെ എനിക്ക് ഐലൈനർ എങ്ങനെ എഴുതണേന്ന് പഠിക്കാനായിരുന്നു. എന്റെ കൂട്ടുകാരിലൊക്കെ ഇടും, എനിക്ക് അറിഞ്ഞൂടാതാ. പഠിപ്പിച്ചു തരാട്ടോ. പക്ഷെ എന്നും അത് നീ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, എന്നാലത് സെറ്റാവൂ. ആണോ?
എന്നാ വേണ്ട. ഇന്നാണെങ്കിൽ അമ്മ ഭജനയ്ക്ക് പോയിരിക്കുക. പക്ഷെ എന്നും പറ്റില്ലല്ലോ. നീ നിനക്കിടണ്ട, എനിക്കിട്ട് തന്നു പഠിച്ചൂടെ? എന്ത് മനസ്സിലായില്ല? എന്റെ പൊന്നു നാത്തൂനെ, അമ്മ പ്രാർത്ഥിക്കുന്ന സമയത്ത് നീ എന്റെ അടുത്ത് വരണം. ഫുൾ മേക്കപ്പ് എങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അമ്മായി രാവിലെ അമ്പലത്തിൽ പോകുന്ന സമയം നീ എനിക്ക് മേക്കപ്പ് ഇട്ട് തരണം. അങ്ങനെയാകുമ്പോ നിനക്ക് പ്രാക്ടീസും ആവും, അമ്മായിയോട്ട് അറിയത്തൂല്ല. മാനസി പറഞ്ഞ കാര്യം കേട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം, വിമലേ, നീ എന്റെ സോമിനെ കണ്ടിരുന്നോ? ആന്നേ, കണ്ടെന്നേ. നിന്റെ മോളെയും കണ്ട് നിന്റെ മരുമോളെയും കണ്ട്. ആ വളവിലുള്ള ബ്യൂട്ടി പാർലർ അടുത്ത് പോകുന്നതായിട്ട് ഞാൻ കണ്ട്. എന്റെ കല്യാണി ഒന്നും തോന്നരുത് കേട്ടോ. എല്ലാ വീട്ടിലും മരുമക്കള് അവിടത്തെ കാര്യം അനുസരിച്ചാ ജീവിക്കുന്നേ. നിന്റെ അവിടത്തെ കാര്യമൊക്കെ തിരിഞ്ഞാണല്ലോ. എങ്ങനെയാണോ ചേട്ടത്തി, അതുപോലെ തന്നെയാണല്ലോ നാത്തൂനും ഇപ്പം. കല്യാണിക്ക് നല്ല ദേഷ്യം വന്നിരിക്കുകയായിരുന്നു. കല്യാണി രണ്ടുപേർക്കും നല്ലത് കൊടുക്കാതിരിക്കുകയായിരുന്നു. അവര് രണ്ടുപേരും എത്തിയപ്പോഴേക്കും, ആ വന്നോ രണ്ടും. സോമി, നിനക്കിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതിനു മുമ്പേ ഞാൻ ഈ മൂദേവീനെ ഒന്ന് പഠിപ്പിക്കട്ടെ ഒരു കാര്യം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ മകളുമായി അധികം കൂട്ടുവേണ്ടെന്ന്. പക്ഷെ നിനക്ക് പറ്റില്ല. പറ, എന്തിനാ എന്റെ മോളെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയത്? നിനക്ക് അവളെ നിന്നെപ്പോലെ ആക്കണം അല്ലേ? അമ്മ, ഇങ്ങനെ ആവശ്യമില്ലാതെ പറയല്ലേ. നീ മിണ്ടിപ്പോരുത് സോമി, നിന്റെ കാലോടിക്കും ഞാൻ. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നോട് ചോദിക്കാതെ ഇവളുടെ കൂടെ പോകാനായിട്ട്? അവൾക്ക് പോകേണ്ട അത്യാവശ്യമാണ് അമ്മേ. ഇവര് രണ്ടുപേരും ബ്യൂട്ടി പാർലറിലേക്കല്ല, സോമിയുടെ അഡ്മിഷന് വേണ്ടി വന്നതായിരുന്നു. അഡ്മിഷൻ? സോമിക്കോ? എവിടെ? എന്നോട് ഇതുവരെ ആരൊന്നും പറയാത്ത എന്ത്? അമ്മയോട് ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അമ്മ ഒരിക്കലും സോമിയെ വിടില്ലായിരുന്നു. അമ്മേ, ഞാനും മാനസിയും സോമിയെ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടില് ബ്യൂട്ടീഷ്യൻ കോഴ്സിന് ചേർത്തിട്ടുണ്ട്. വേണ്ട, ആവശ്യമില്ലാത്ത പൈസ കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ പഠിച്ചിട്ട് സോമി എന്ത് ചെയ്യാനാ? നിന്റെ ഭാര്യയെ പോലെ ആവാനാണോ? അല്ല അമ്മായി, എന്നെ പോലെയല്ല, എന്നെക്കാളും നല്ലൊരു ജോലി അവൾക്ക് കിട്ടാനാ. ഇത് നോക്ക്, കഴിഞ്ഞ വർഷം മേക്കപ്പ് കോമ്പറ്റീഷനില് സോമിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. വലിയ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഇവള് തോൽപ്പിച്ചു കളഞ്ഞു. അതും അവളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി പോലുമില്ലായിരുന്നു. അമ്മയുടെ കൈയും പിടിച്ച് സോണി പറഞ്ഞു, അമ്മ അറിയാതെയാണെങ്കിൽ ഇതെല്ലാം ചെയ്തത്. അതിനെന്നോട് ക്ഷമിക്ക്. സത്യം പറയാലോ, ചേട്ടത്തിയെപ്പോലെ ഒരിക്കലും എനിക്കാവാൻ പറ്റില്ല. ചേട്ടത്തി നല്ലതാണ്. ചേട്ടത്തി എന്റെ ചേട്ടത്തിയാ, എന്റെ കൂട്ടുകാരിയാ, പിന്നെ എന്റെ അമ്മയും. ഞാൻ എന്നും ആഗ്രഹിച്ച എന്റെ അമ്മ. സോമി പറഞ്ഞത് കേട്ട് കല്യാണിക്ക് നല്ല വിഷമമായി. കല്യാണിക്ക് ചെയ്ത തെറ്റു മനസ്സിലായി. അവൾ സ്നേഹത്തോടെ സോമിയുടെ തലയിൽ തടവി നേരെ മാനസിയുടെ മുമ്പിൽ കൈകൂപ്പി നിന്നു. കാരണം അവൾക്ക് മനസ്സിലായി, മാനസിയെ പോലത്തെ വേറൊരു മരുമകളെ അവരുടെ കുടുംബത്തിലേക്ക് കിട്ടില്ല എന്ന്. മാല, പെട്ടെന്ന് ലേറ്റ് ആവുന്നു. ചേച്ചി ഇതാ വരുന്നു. ഞാനൊന്ന് ചെരുപ്പിട്ടോട്ടെ. വേഗം വാ, ഇല്ലെങ്കിൽ നിന്റെ ചേട്ടൻ വഴക്കു പറയും. വന്നു ചേച്ചി. ചേച്ചി, ഇന്ന് സൈക്കിളിന്റെ പിറകിൽ ഞാനിരിക്കും. ശരി മുത്തശ്ശി, അപ്പൊ ഞാൻ എവിടെ ഇരിക്കും? ചേച്ചി ഫ്രണ്ടിലിരിക്കേ, ഞാൻ ഇരിക്കുന്ന പോലെ. ഇടി പൊട്ടി, സൈക്കിളിന്റെ ഫ്രണ്ടിൽ ചെറിയ പിള്ളേരല്ലേ ഇരിക്കേണ്ടത്. ഇത് മാലയുടെയും സരിതയുടെയും കഥയാണ്. മാലയും കിഷനും സഹോദരങ്ങളാണ്. കുറച്ചുനാൾ മുമ്പ് മാലയുടെയും കിഷന്റെയും അച്ഛനും അമ്മയും മരിച്ചു. അപ്പം മുതൽ മാലയുടെ കാര്യങ്ങളെല്ലാം കിഷനാണ് ചെയ്യുന്നത്. മാലയ്ക്ക് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടുന്നതുകൊണ്ട് കിഷൻ സരിതയെ കല്യാണം കഴിച്ചു. സരിതയും അവളെ മോളെപ്പോലെയാണ് കണ്ടത്. അവൾ അത്രയ്ക്ക് ജീവനായിരുന്നു. അന്നത്തെ ദിവസം മാലയും കിഷനും സരിതയും കല്യാണത്തിന് പോയി. കല്യാണത്തിൽ സദ്യ കഴിക്കുമ്പോൾ, ചേച്ചി, ഈ പെണ്ണ് എന്താണ് ഇട്ടിരിക്കുന്നത്? ഇത് ലെഹങ്ക. നിന്റെ കയ്യിലില്ലേ പച്ചക്കളറ്? ചേച്ചി, പക്ഷേ ഇത് അതുപോലെയുള്ളതല്ലോ. ആ, ഇതേ കല്യാണ പെണ്ണിന്റെയാ. വില കൂടുതലോ? ആണോ? എന്നാ എത്ര രൂപയ്ക്ക് കിട്ടും ഇത്? നീ എന്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അപ്പൊ എന്റെ കല്യാണം കഴിയുമ്പോ എനിക്ക് ഇതുപോലെ വാങ്ങിച്ചു തരുമോ? ഹാ, എന്തുകൊണ്ടോ? എന്റെ മോള് കല്യാണ പെണ്ണായി വരുന്നത് കാണാൻ എന്ത് ഭംഗിയാ. ചേച്ചി എന്ത് നല്ലവളാ. ഈ സന്തോഷത്തില് ഞാൻ ചേച്ചിക്ക് ഇനിയൊരു രസഗുള എടുത്തിട്ട് വരാം. ശരി, പോയിട്ട് വാ. മാലയും സവിതയും കല്യാണത്തിന് പോയത് ആരുടെയാണെന്ന് ആ ഗ്രാമത്തിന്റെ തലവന്റെ മകളുടേതാണ്. ആ തലവന്റെ കയ്യിലാണെങ്കിൽ പൈസയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്രയും വില കൂടിയ ലെഹങ്ക മകൾക്ക് വേണ്ടി കൊണ്ടുവന്നു. അതെല്ലാം ഈ ചെറിയ മാലയ്ക്ക് എങ്ങനെ മനസ്സിലാവും? പക്ഷെ സരിതയുടെ മനസ്സിൽ മുഴുവൻ ഇതായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു വരാൻ നേരം മുന്നിലിരുന്ന മാല ചേട്ടനോട് വളരെ സംസാരിച്ചു കൊണ്ടുവന്നു. പക്ഷെ സൈക്കിളിന്റെ പുറകിലിരുന്ന സരിത, അവളുടെ മനസ്സിൽ ഇതേ ആയിരുന്നു.
ഓരോ മാസവും എത്ര രൂപ വീതം സേവ് ചെയ്താലാണ് മാലയുടെ കല്യാണത്തിന് ഇത്രയും വില കൂടിയ ലെഹങ്ക വാങ്ങാൻ പറ്റുക എന്ന്. അങ്ങനെ സമയം പോകെ ഒരു ദിവസം, ഡോക്ടർ, ഇവർ ശരിയുണ്ടല്ലോ അല്ലേ? ഇദ്ദേഹത്തെ പാമ്പ് കടിച്ചതാണ്. വിഷമുള്ളിൽ ചെന്നിട്ടുണ്ട്. നഗരത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് കുറച്ച് കുത്തിവയ്പ്പുകൾ വേണ്ടിവരും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, 15,000 രൂപ എത്രയും പെട്ടെന്ന് കൗണ്ടറിൽ കൊണ്ടുചെന്ന് അടയ്ക്കണം. കിഷൻ പാടത്ത് പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വളരെ വിഷമേറിയ ഒരു പാമ്പ് വന്ന് കടിച്ചു. പക്ഷെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സരിത ഓർത്തുകൊണ്ടേയിരുന്നു. സരിതയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു. അത് മാലയ്ക്ക് വേണ്ടി ലെഹങ്ക വാങ്ങാൻ കൂട്ടിവെച്ചതായിരുന്നു. പക്ഷെ ഇപ്പോൾ കിഷന്റെ ചികിത്സയാണ് ഏറ്റവും വലുത്. സരിത മുഴുവൻ പണവും അവിടെ ഹോസ്പിറ്റലിൽ കെട്ടി. പക്ഷെ കിഷന്റെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷെ അവൻ പഴയ പോലെ ജോലി ചെയ്യാൻ വയ്യാതായി. പിന്നെ ഡോക്ടർ സരിതയോട് പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. 3-4 മാസത്തേക്ക് ഭാരിച്ച് ജോലിയൊന്നും ചെയ്യരുത്. നടക്കാൻ കഴിയില്ല. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണം. ശരി ഡോക്ടർ. അന്നു മുതൽ ആ വീടിന്റെ മുഴുവൻ ചുമതലയും അവളുടെ തോളിലായി. പക്ഷെ ഇപ്പൊ എന്താണെന്നാൽ മാല ഇപ്പോൾ വളർന്നു വലുതായി. മാല ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സരിത പുറത്ത് പണിക്ക് പോയി. അങ്ങനെ ഒരു ദിവസം പണി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി വലിയൊരു തുണിക്കട കണ്ടു. അതിന്റെ പുറകിൽ വലിയ ലെഹങ്കകൾ ഉണ്ടായിരുന്നു. സരിതയ്ക്ക് അറിയാമായിരുന്നു അതെല്ലാം വളരെ വില കൂടിയ ലെഹങ്കകളാണെന്ന്. അതവക്ക് വാങ്ങിക്കാൻ കഴിയില്ല എന്ന് അറിയാമായിരുന്നു. എന്നിരുന്നാലും, നമസ്തേ സേട്ട്. നമസ്കാരം. എന്താ വേണ്ടേ? ഇല്ല സേട്ട്, ഞാനൊന്ന് വാങ്ങാൻ വന്നതല്ല, വില ചോദിക്കാൻ വന്നതാ. അത് ശരി. ഇവിടെ ഒരു മെഷീൻ വെറുതെ ഇരിക്കുകയാണ്. തയ്യൽ അറിയുമോ? എനിക്കിത് അറിയില്ല സേട്ജി. പക്ഷെ എന്നാലും ഞാൻ കഷ്ടപ്പെട്ടോളാം. എത്രയും പെട്ടെന്ന് ഞാൻ പഠിച്ചെടുത്തോളാം. എനിക്ക് ഈ പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഒരു വലിയ ലെഹങ്ക തയ്ക്കാൻ പഠിക്കണം. അവളുടെ കണ്ണിൽ ആ സത്യസന്ധത കണ്ട് സേട്ജി അവളെ അവിടെ ജോലിക്ക് നിർത്തി. അവിടെയുള്ള തയ്യൽക്കാരിൽ നിന്നും അവൾ തയ്യൽ പഠിക്കാനായിട്ട് തുടങ്ങി. ദിവസങ്ങൾ കഴിയെ തയ്ക്കാൻ പഠിക്കുന്നതിനോടൊപ്പം ആ കടയിലെ വൃത്തിയാക്കാനും തുടങ്ങി. അവളുടെ ഈ അധ്വാനം കണ്ട് സേട്ജിക്ക് വളരെ സന്തോഷമായി. 1 മാസം കഴിഞ്ഞ്, പറയൂ സരിത. പഠിച്ചില്ലേ എല്ലാം? ഇപ്പോൾ 1 മാസമായില്ലേ? സേട്ജി, ഇത് നോക്കിയേ, ഇത് ഞാൻ തയ്ച്ചതാ. സരിതയുടെ കയ്യിൽ വളരെ ഭംഗിയുള്ളൊരു ലെഹങ്കയുണ്ടായിരുന്നു. ആ ലെഹങ്കയുടെ ഭംഗി കണ്ട് അയാൾ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇത് വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിലെ ഡിസൈൻ വളരെ കുറവാണ്. ഒരു കാര്യം ചെയ്യൂ, കുറച്ചുകൂടെ നന്നായിട്ട് ശ്രമിക്കൂ. നമുക്കിത് കുറച്ച് വില കുറച്ച് വിൽക്കാം. എന്നിരുന്നാലും ഡിസൈൻ മോശമൊന്നുമല്ല. ശരി, ഞാൻ ഇനി മുതൽ ശ്രദ്ധിച്ചോളാം. ഇങ്ങനെ തന്നെ അധ്വാനിക്കൂ. പിന്നെ ഇതാണ് നിന്റെ ആദ്യ ശമ്പളം. അങ്ങനെ ഇതും പറഞ്ഞ് സേട്ജി ഒരു 10,000 രൂപ അവളുടെ കയ്യിൽ കൊടുത്തു. സരിത ഇത് ചിന്തിച്ചില്ല. അവൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്കുള്ള റേഷൻ സാധനങ്ങളെല്ലാം വാങ്ങി. അങ്ങനെ കിഷനും ശരിയായി തുടങ്ങി. അവൻ ജോലി ചെയ്യാനും തുടങ്ങി. അങ്ങനെ മാലയുടെ കല്യാണവും ഉറച്ചു. പക്ഷെ മാലയ്ക്ക് അറിയാമായിരുന്നു തന്റെ ചേട്ടനും ചേച്ചിയും എന്ത് കഷ്ടപ്പെട്ടാണ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. ചെറുപ്പത്തിലെ മുതൽ അവൾക്ക് ഒരു ആശയുണ്ടായിരുന്നു, തന്റെ കല്യാണത്തിന് ഒരു വലിയ ലെഹങ്ക ഇടണമെന്ന്. പക്ഷെ ആ കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം അവൾ വളർന്നു വന്നപ്പോൾ എല്ലാം മണ്ണിട്ട് മൂടി. അവൾ നിശബ്ദയായിരുന്നു, ആരോടും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പിന്നെയും സമയം കഴിഞ്ഞുപോയി. അങ്ങനെ മാലയുടെ കല്യാണ ദിവസം വന്നെത്തി. മാല, മാല, വാതില് തുറക്ക്. ചേച്ചി, നോക്ക് ചേച്ചി, ഈ സാരി എനിക്ക് നന്നായിട്ട് ചേരുന്നില്ലേ? നല്ല ഭംഗിയില്ലേ? ഇടി പൊട്ടി, ഇത്രയും വലുതായിട്ട് നീ എന്നിൽ നിന്ന് ഒളിക്കാനൊന്നും പഠിച്ചില്ലേ? സേട്ജി, അകത്തേക്ക് വന്നാലും. ഇതാണ് എന്റെ ഗുഡിയ. എല്ലാവിധ ആശംസകളും മോളെ. നന്ദിയുണ്ട് സേട്ജി. ഇത് വാങ്ങൂ. ഇത് മോളുടെ ചേട്ടത്തിയുടെ വകയാ. നിനക്കൊരു സമ്മാനം. അവൾ ആ ഗിഫ്റ്റ് പെട്ടെന്ന് തന്നെ തുറന്നു. അതിൽ വളരെ ഭംഗിയുള്ളൊരു ലെഹങ്കയുണ്ടായിരുന്നു. മാലയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ സരിതയെ നോക്കി കരയാൻ തുടങ്ങി. മോൾക്കറിയാമോ മോളെ, നിനക്ക് നല്ലൊരു ലെഹങ്ക വാങ്ങിത്തരാൻ വേണ്ടിയാ നിന്റെ ചേട്ടത്തി ജോലി തേടി എന്റെ കടയിൽ വന്നത്. അവിടെ വന്ന് തയ്യല് പഠിച്ചു. കുറച്ച് വീതം തയ്ച്ച് നിനക്ക് വേണ്ടിയാണ് അവൾ ഈ ലെഹങ്ക ഉണ്ടാക്കിയത്. പക്ഷെ സേട്ജി, നിങ്ങളില്ലാതെ ഇത് നടക്കില്ലായിരുന്നു. ഞാൻ ഇതിനു വേണ്ട തുണി തന്നല്ലേ ഉള്ളൂ. നിന്റെ കഴിവുകൊണ്ടല്ലേ ഇത് തയ്ച്ചത്. ഇത് വളരെ മൂല്യമുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ഗ്രാമത്തിൽ ഇത്രയധികം മൂല്യമുള്ള ലെഹങ്ക ആരെങ്കിലും ധരിച്ചിട്ടുണ്ടോന്ന് തന്നെ. ഇത് എനിക്ക് ധരിക്കാൻ കഴിയില്ലായിരുന്നു സേട്ജി. സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ചേച്ചി ആർക്കെങ്കിലും ഉണ്ടാകുമോ സേട്ജി? ചേച്ചി.
Thanks for watching.